ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഒരു ക്രീം ആയിട്ടാണ് കേട്ടോ. സ്കിന്നിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു വൈറ്റനിങ് ക്രീമായിട്ടാണ് വന്നിട്ടുള്ളത്. ക്രീമായിട്ടും ഫേസ് പാക്കായിട്ടൊക്കെ നമുക്ക് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ യാതൊരു കെമിക്കലും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂണ് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അരിയാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൈമ റൈസാണ്. ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചരി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു 2 ടീസ്പൂണ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു 2 ടീസ്പൂണ് ചെറുപയറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരേ അളവിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 5-6 മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ 2 ടീസ്പൂൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാടധികം ഫേസ് പാക്ക് കിട്ടും കേട്ടോ. അല്ല ക്രീമാണെന്നുണ്ടെങ്കിൽ ക്രീം കിട്ടും. അപ്പോൾ രണ്ടായിട്ടും നമുക്ക് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപാട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത്ര മാത്രം എടുത്താൽ മതി. രണ്ടും ഈ 2 ടീസ്പൂൺ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരുപാട് വലുതൊന്നും വേണ്ട. ഞാനിപ്പോൾ ഒരു വലിയ ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ പീസാണ് എടുക്കുന്നത്. വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു ബീട്രൂട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. ബീട്രൂട്ടിൻ്റെ അളവ് കുറച്ചും കൂടി കുറക്കണമെന്നുണ്ടെങ്കിൽ കുറക്കാം കേട്ടോ. ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. നല്ല കുറച്ചൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ബീട്രൂട്ട് എപ്പോഴും നമ്മുടെ ഫേസിനൊക്കെ നല്ലതാണല്ലോ, സ്കിന്നിനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജ്യൂസാക്കിയിട്ട് ആ ജ്യൂസ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ള ചെറുപയറും അതുപോലെ തന്നെ അരിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല. നമുക്ക് അരയാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളം ആ വെള്ളം തന്നെ എടുത്താൽ മതി കേട്ടോ. അതും തന്നെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇത് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരിക്കലും തന്നെ ഒരു ചെറുപയറിൻ്റെ അരിയുടെ അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഒരു ചണ്ടി ഇല്ലാതെ നല്ല നൈസായിട്ടുള്ള ഒരു അരിപ്പയിൽ നമ്മൾ അരിച്ചു കൊടുക്കണം. അരിച്ചു കൊടുക്കുന്ന സമയത്ത് അത് അതിന് വരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരിച്ചെടുക്കാം കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ടാണ് അരിച്ചെടുത്തത്. അപ്പോൾ നല്ലോണം തന്നെ നല്ല വൃത്തിക്ക് ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി ഒരിക്കലും വെക്കരുത്. സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കും വേണം. ഇത് നന്നായിട്ടൊന്ന് ചൂടായ സമയത്ത് ഇത് തിക്കായി വരും. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മൾ ഇളക്കി കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഫുള്ളിലിടരുത്. ഫുള്ള് ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അടിഭാഗം വേവുള്ളൂ. വേവാൻ പാടില്ല. വേവാതെ നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ ചൂടായിട്ട് തിക്കായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം ആവശ്യം വരുള്ളൂ. ചൂടായി വരുമ്പോഴത്തേനും അത് തിക്കായി കിട്ടും കേട്ടോ. നല്ല തിക്കായി കിട്ടും. അപ്പം നല്ല വൃത്തിക്ക് തന്നെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കുക. ഫ്ലെയിമൊന്നും കൂട്ടി വെക്കാതെ. വേറെ ഒന്നും തന്നെ ഇതിൽ ചേർക്കണില്ല കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ മുഖത്തേക്കൊക്കെ നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനും മുഖത്തുള്ള പാടുകൾ പോകാനും അതുപോലെ തന്നെ ചുളിവുകളൊക്കെ പോകാൻ അടിപൊളിയാണ് കേട്ടോ. 30-40 കഴിഞ്ഞവർക്ക് ഇത് സ്ഥിരമായിട്ട് യൂസ് ആക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് തിക്കായി വരുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 2 സെക്കൻഡും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വേവേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞാലും ഇത് ചെറുതായിട്ട് ചട്ടിയിലുള്ള ചൂട് കൊണ്ട് തന്നെ ഒന്ന് തിക്കായി കിട്ടും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ആക്കാനും മറക്കരുത്. അപ്പോൾ നന്നായി തിക്കായി വന്ന സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ചട്ടിയുടെ ചൂട് വെച്ചിട്ട് തന്നെ അതാ നല്ലോണം ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ചൂടുണ്ട് കേട്ടോ. ആ ചൂടും കൂടി ഒന്ന് വിട്ടതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ടൊരു ക്രീമി ടെക്സ്ചറിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ടൈറ്റ് ആവട്ടെ. നല്ലോണം ഒന്ന് ചൂടാറും ചെയ്യട്ടെ. അപ്പോഴും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
പെട്ടെന്ന് തന്നെ നമ്മൾ വേവാത്ത രീതിയിൽ പെട്ടെന്ന് തിക്കായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് ശരിക്കും തന്നെ നമുക്ക് കിട്ടുക. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി മിക്സിയുടെ ജാറിൽ അരയാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ഒരിക്കലും ഒഴിക്കാതിരിക്കണ നല്ലത്, വെള്ളം കൂടി പോകും. അപ്പോൾ ഈ രീതിയിൽ അരച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും. അപ്പോൾ അതാ നല്ലോണം തന്നെ സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലോ ക്രീമൊക്കെ കിട്ടുന്ന പാത്രത്തിൽ എന്തിലെങ്കിലും നല്ല വൃത്തിക്കൊരു ബോട്ടിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് കഴിയുന്നവരെ നമ്മൾ കുളിക്കുന്നതിന് മുൻപോ അതല്ല രാവിലെ വൈകുന്നേരം എപ്പോഴാണോ നമുക്ക് ടൈം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് മുഖത്തും കയ്യിലും കഴുത്തിലൊക്കെ നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്ത് 1/2 മണിക്കൂറിന് ശേഷം നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം നമ്മുടെ സ്കിന്നിന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ബ്രൈറ്റ്നെസ് ആവാനും അതുപോലെ തന്നെ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും ചെറിയ ചെറിയ പാടുകൾ, കറുത്ത പാടുകളൊക്കെ പോയി കിട്ടും കേട്ടോ. അതല്ല, നല്ല ചുളിവുകളും പോയി കിട്ടും, നല്ല വൃത്തിയായി കിട്ടും, നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടും കേട്ടോ നമ്മുടെ സ്കിന്ന്. നമുക്ക് ധൈര്യത്തോട് കൂടിയിട്ട് എല്ലാ ദിവസവും ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമ്മളിതിലിപ്പോൾ യാതൊരു കെമിക്കലും ചേർക്കാതെയാണ് ഇത് യൂസ് ആക്കുന്നത്. ഒരു കെമിക്കലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും റിസൾട്ട് താഴെ കമൻറ്റ് ചെയ്യണം. എന്ത് റിസൾട്ടാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ എനിക്ക് നല്ലോണം തന്നെ ഒരു റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് ഞാനിതിവിടെ ചെയ്തത്. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം വ്യത്യാസം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. കയ്യിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. മുഖത്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. കയ്യിൽ തന്നെ 2 കളറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അറിയില്ല. അതുപോലെ തന്നെ 2 കൈയും 2 കളറായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ക്യാമറയിൽ അറിയില്ല കേട്ടോ. നല്ല വ്യത്യാസം കാണിക്കാൻ പറ്റും ഒറ്റ പ്രാവശ്യം കൊണ്ടാണ് ഈ ഒരു രീതി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഒരുപാട് പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിച്ചോന്ന് അറിയില്ല, സോറി. ഇനി വേറൊരു രീതിയിലും കൂടിയും കാണിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ സ്കിന്നുള്ളവർക്കും ഒക്കെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ സ്കിന്നുള്ളവർക്കൊക്കെ വ്യത്യാസത്തിൽ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ രാത്രി ഒരു ക്രീമിൻ്റെ രീതിയിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു രീതിയാണ് കേട്ടോ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഡ്രൈ സ്കിന്നുള്ളവർക്ക് മാത്രമേ കേട്ടോ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ബദാം ഓയിലും അതല്ലാന്നുണ്ടെങ്കിൽ കറ്റാർവാഴ ജെല്ലുണ്ടല്ലോ, അലോവേര ജെല്ലുണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് രാത്രി ഇതൊരു ക്രീമിൻ്റെ രീതിയിൽ നമുക്ക് മുഖത്തും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഉറങ്ങാം കേട്ടോ. ഉറങ്ങിയതിന് ശേഷം രാവിലെ നമുക്ക് കഴുകി കളയാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ഗുണം ചെയ്യും കേട്ടോ. നല്ലൊരു റിസൾട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്. താങ്ക് യു.